പറയുന്നതെല്ലാം സത്യസന്ധതയോടെ ആയിരിക്കണം. സത്യം പറയണം. പറയുന്നത് മുഴുവനും സത്യമായിരിക്കണം. കളവ് പറയുന്ന ജീവിതം നമുക്കുണ്ടാവരുത്. ഒരാളോടും കളവ് പറയരുത്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ കളവ് പറയരുത് എന്ന് മാത്രമല്ല, കളവ് ജീവിതത്തിൽ ഉണ്ടാവരുത്. കള്ളത്തരം ഉണ്ടാവരുത്. ആരുടെയും സിമ്പതി കിട്ടാൻ ഒന്നും അഭിനയിക്കരുത്. ആരുടെയും മുന്നിൽ നമ്മൾ സ്വാലിഹീങ്ങളാണെന്ന് നാടകം കളിക്കരുത്. മനസ്സ് സത്യസന്ധമായിരിക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ ബുസ്താനുൽ ആരിഫീൻ എന്ന കിതാബിൽ അതിനെ പറയുന്നത്, അഖല്ലു സിദ്ഖി, സത്യസന്ധതയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപം ഇസ്തിവാഉ സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരുപോലെ നന്നാക്കണം. അതാണ് സിദ്ഖിൻ്റെ ഏറ്റവും ചെറിയ രൂപം. സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യം പറയൽ മാത്രമല്ല, 6 കാര്യങ്ങളിൽ സത്യസന്ധത ഉണ്ടാവുമ്പോഴാണ് അയാളിൽ സിദ്ഖ് പൂർണ്ണമാവുക എന്ന് സയ്യിദുന ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ എഴുതി വെക്കുന്നു. എല്ലാ കാര്യവും മേളിച്ചത് കൊണ്ടാണ് അബൂബക്കർ തങ്ങൾക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന സിദ്ദീഖ് എന്ന പോസ്റ്റ് കിട്ടിയതെന്ന് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ നമുക്ക് വായിക്കാം. കണ്ടോ? ഫസ്സിദ്ഖു ഫിൽ ഗാരി വസ്സിദ്ദീഖു ലം യരിമാ. സിദ്ദീഖ് അങ്ങനെ കിട്ടിയതാ. സിദ്ദീഖ് എല്ലാ കാര്യത്തിലും സത്യസന്ധമായി ജീവിച്ച ആളാ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാ നമുക്കുണ്ടാവേണ്ടത്. ഒരു പക്ഷേ നേതാക്കളുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കാൻ നമുക്ക് പല ടിപ്സും ഉണ്ടാവും. അതൊന്നും നമുക്ക് പറ്റൂല. നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ ദോനോ ബറാബർ ഹേ, എല്ലാം ഒരേപോലെ ആയിരിക്കണം. ഭാര്യൻ്റെ മുമ്പിൽ നിന്നും അല്ലാതെയും, നെറ്റ് സൗകര്യമുള്ളിടത്തും അല്ലാതെയും സിദ്ഖ് വളരെ പ്രധാനമാണ്. നിങ്ങൾ കണ്ടില്ലേ, അത്താജുറു സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിലാണ്, ശുഹദാഇന്റെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ സ്വർഗത്തിലാണ്. അതെന്താ? പച്ചക്കറി വിൽപ്പനക്കാരൻ, ആപ്പിൾ ഷോപ്പ് നടത്തുന്നയാൾ, അല്ലെങ്കിൽ ഗ്ലോസറി നടത്തുന്നയാൾ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള കാരണം എന്താ? അയാൾ സദൂഖാണ്. ഫഊൽ വസ്നാണത്. ഫഅലുനാ ഫഊൽ എന്ന് പറഞ്ഞാൽ ബി കഥറത്തിൻ അൻ ഫാഇലിൻ ബദീലുന എന്ന് പറഞ്ഞാൽ ഫഅലി മിഫാലു ഫഊൽ എന്നൊക്കെ പറഞ്ഞാൽ വെറും സത്യം പറയാനല്ല, അയാളുടെ ജീവിതമേ സത്യം. അയാൾ ചലിക്കുന്നതും അയാളിലുള്ള നിശ്ചലനവും എല്ലാം സത്യം. അയാൾക്ക് നാടകങ്ങളില്ല, അയാൾ ആരെയും പറ്റിക്കലില്ല. അയാൾ ആരാ? അത്താജുർ സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ. സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ സ്വർഗത്തിലെത്താനുള്ള കാരണം എന്താണ്? അയാൾ സത്യസന്ധനാണ്. എന്താണ് സത്യസന്ധത എന്ന് പറഞ്ഞാൽ? അയാൾ ആപ്പിൾ ഷോപ്പ് നടത്തുമ്പോൾ, അയാൾ ആപ്പിൾ വിൽപ്പന നടത്തുമ്പോൾ അയാളിൽ ഒരു ചിന്ത ഉണ്ട്. എന്തേ? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, എന്നെ അല്ലാഹ് നോക്കുന്നുണ്ട്. പണക്കാർക്കും 2000-200 രൂപക്ക് 1 കിലോ ആപ്പിൾ കൊടുക്കുമ്പോൾ പാവപ്പെട്ടവർക്കും അങ്ങനെ തന്നെ കൊടുക്കുള്ളൂ. മുമ്പിൽ ആപ്പിൾ വെച്ച് ബേക്കിൽ ഒരു ചീന ആപ്പിൾ വെക്കുക, കെട്ടുപോയ ആപ്പിൾ വെക്കുക, അപ്പരിപാടിയൊന്നും അവർക്കില്ല. അത് അയാളുടെ കർമ്മത്തിലെ സത്യസന്ധത. ഇനി അയാളുടെ മനസ്സിലെ സത്യസന്ധത എന്താ? അത് കിതാബ് എഴുതി വെച്ചു. എന്തേ? അയാൾ ഏത് സാധനം വിൽപ്പന നടത്തുമ്പോഴും, പച്ചക്കറി ഷോപ്പ് നടത്തുന്നയാൾ, ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് നടത്തുന്നയാൾ എന്താ ചിന്തിക്കണത്? ഈ കച്ചവടം കൊണ്ട് എനിക്ക് ഉപകാരപ്പെടണം, കുടുംബത്തിനും ജീവിക്കണമല്ലോ, രണ്ടറ്റം മുട്ടണമല്ലോ. അത് അടുത്ത ചിന്ത നോക്കണേ, ഈ വാങ്ങുന്ന ആൾക്കും ഉപകാരപ്പെടണം. അപ്പം അയാൾ ചീന മത്തി വിൽക്കുവോ? ഇല്ല. ഒടിഞ്ഞു പോയ വണ്ടൊക്കെ ഇടയിലിടോ? ഇല്ല. ഇടുവോ? അടിപൊളി മാങ്ങയാണ് എന്ന് പറഞ്ഞിട്ട് ഇടയിൽ നിന്ന് വെക്കുന്ന 2 വലിച്ചിട്ടിടോ? ഇല്ല. കാരണം
കസ്റ്റമർക്ക് ഉപകാരപ്പെടണമെന്ന് ചിന്തിക്കുന്നയാളാണ് സദൂഖ്, സത്യസന്ധനായ കച്ചവടക്കാരൻ. അങ്ങനെയാ ശരിക്ക് ജീവിക്കേണ്ടത്. കസ്റ്റമർ എന്താ ചിന്തിക്കേണ്ടത്? കസ്റ്റമർ ചിന്തിക്കേണ്ടതും കിതാബ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒരാൾ ഗ്ലോസറിയിലേക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ എന്താ നിയത്ത് വെക്കേണ്ടത്? അല്ലാ, ഇതൊക്കെ ഞാൻ വാങ്ങുന്നത് ചിക്കനായാലും ബീഫായാലും ഈ മുളക് പൊടിയും സാമ്പാർ പൊടിയും എല്ലാം വാങ്ങുന്നത്, ബ്രെഡും ജാമൊക്കെ വാങ്ങുന്നത് എൻ്റെ കുടുംബത്തിനും എനിക്കാണ്. ഉപകാരം നമുക്ക് കിട്ടണം, വിശപ്പടക്കണം, ജീവിക്കണം, വേണ്ടേ? ഒന്ന്. രണ്ടാമത്തത്, ഇയാൾക്ക് നമ്മളൊക്കെ വാങ്ങിയാലല്ലേ കച്ചവടം നടത്തി അയാൾക്കും കുടുംബത്തിനും ജീവിക്കാൻ പറ്റുള്ളൂ, അയാൾക്കും ഉപകാരപ്പെടണം. അപ്പം സദൂക്ക്, രണ്ടാളും സദൂക്ക്. ഇങ്ങനെ ഒരു കച്ചവടം നടത്തുന്ന നാട്ടിൽ കൊള്ള ഉണ്ടാവും, പൂഴ്ത്തിവെപ്പുണ്ടാവോ? കരിഞ്ചന്ത ഉണ്ടാവോ? വഞ്ചന ഉണ്ടാവോ? ഇല്ല. അതാണ് അത്താജുറു സദൂഖ് എന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം അബ്ദുല്ലാഹി സിറാജുദ്ദീൻ തങ്ങൾ മുഹാളറാത്തു ആലമിൽ ജന്ന എന്ന ഗ്രന്ഥത്തിൽ വിശദമായി നമ്മോട് സംസാരിക്കുന്നത്. അയാളാണ് സ്വർഗത്തിലെത്തുന്നത്. അതാണ് സത്യസന്ധത, സിദ്ഖുൽ ഹദീസ്. സത്യം മാത്രം പറയാം. സത്യമേ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകാൻ പറ്റുള്ളൂ. ആരെയും പറ്റിക്കൽ പരിപാടി നമുക്കുണ്ടാവരുത്. എത്ര കാലം നമ്മളൊക്കെ ഒരു മനുഷ്യനെ പറ്റിക്കുക? എത്ര കാലം? എല്ലാവരോടും സത്യസന്ധമായി പെരുമാറുക. മുത്തഖിയുടെ ഒന്നാമത്തെ അടയാളം തന്നെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയണത് കള്ളം പറയാത്ത നാവാണ്. കളവ് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. കളവ് പറയുന്ന ആളുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം, കളവിൻ്റെ ദുർഗന്ധം കൊണ്ട് മലക്കുകൾ അവിടുന്ന് ഓടിപ്പോകും. റഹ്മത്തിൻ്റെ മലക്കളുടെ സാന്നിധ്യം നഷ്ടപ്പെടുന്ന ആളാണ് കളവ് പറയുന്ന മനുഷ്യൻ എന്ന് പറയുന്നത്. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. സത്യം പറയുന്നയാൾ നന്മയുടെ അഹലുകാരായിരിക്കും. വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. സത്യം പറയുന്നയാൾ സ്വർഗത്തിലായിരിക്കും. തിരിച്ചു അങ്ങനെ തന്നെ വ ഇന്നൽ കദ്ബ യഹ്ദി ഇലൻ നാർ. നരകത്തിലേക്ക് പോകുന്നയാളാണ് കളവ് പറയുന്ന ആൾ. അതെ, ഒരു കളവ് പറഞ്ഞാൽ നരകത്തിലെത്തോ? ഇല്ല. പിന്നെ എന്തേ? കളവ് പറയുന്ന ആൾ പതിയെ പതിയെ തമ്മാടിയാവാനുള്ള സാധ്യത കൂടുതലാണ്. കളവ് ഒരു തവണ പറഞ്ഞാൽ പിന്നീട് പറയുന്ന സത്യങ്ങളൊന്നും അഹലുകാർക്ക് വിശ്വാസം ഉണ്ടാവില്ല. അയാളുടെ ജീവിതത്തിലെ ഒരു ബറക്കത്തുണ്ട്, അതങ്ങ് പോയി. തിരിച്ചു വരാൻ കുറച്ച് റിസ്ക്കാണ്. അതാണ് ജീലാനി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ബുനിയ അംരി അല സിദ്ഖ്. ഞാൻ ഈ സൂഫി ജീവിതം കെട്ടിപ്പടുത്തത് സിദ്ഖാണ്. അത് നമ്മൾ കുത്തുബിയത്തിൽ വായിക്കാൻ പറ്റും, മുഹയ്യദ്ദീൻ മാലയിൽ വായിക്കാൻ പറ്റും. ജീലാനി തങ്ങൾ എന്താന്ന് വെച്ചാൽ, ജീലാനി തങ്ങൾ സിദ്ഖിൻ്റെ ആളാണ്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ നാവിൽ നിന്ന് ഒരു വാക്ക് വന്നപ്പോൾ, ആ വന്ന വാക്കുകൾ നമ്മുടെ ഡയറിയിൽ എഴുതിയാൽ ഒരു വരി തികച്ചുണ്ടാവില്ല, ഒരു വരിയുടെ പകുതി ഉണ്ടാവുള്ളൂ. ആ പകുതി വാക്ക് പുറത്തേക്ക് വന്നപ്പോൾ ലോകം മുഴുവനും ആ വാക്കിനെ കാതോർത്തു. ഇന്നും ആ വാക്കുകൊണ്ട് മനുഷ്യർ നന്നാകുന്നു. ആ വാക്കുകൾ നേരിട്ട് കേട്ടയാൾ ഇതുവരെ പിടിച്ചെടുത്ത സ്വത്തെല്ലാം കൊള്ളക്കാരായ ആൾക്കാർ തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അവർ കൊള്ളപ്പണി നിർത്തി, നന്നായി, കരഞ്ഞു, തൗബ ചെയ്തു, ഔലിയാക്കളായി. ആ മോൻ്റെ മുരീദുകളായി മാറി. വസാറ സൂഫിയൻ. അവരെല്ലാം സൂഫിയായി മാറി. എന്തായിരുന്നു ആ വാക്ക്? മോനെന്തേ കളവ് പറയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ട് കളവ് പറയാതിരുന്നത്? എന്താ മോനെ പറയാതിരുന്നത്? പറയുമോനെ. മോനെന്തിനാ എൻ്റെ ഉമ്മ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ സ്വർണം പിടിപ്പിച്ച് തുന്നിപ്പിടിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് തുറന്നു പറയാനുള്ള കാരണം, മോന് പിടിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും ഇല്ലായിട്ട് എന്തിനാ ഓപ്പണായി പറഞ്ഞത്? ശേഷം പറഞ്ഞ ഉത്തരം കൊണ്ടായിരുന്നു ലോകം മുഴുവനും നന്നാവുന്നത്. എന്തായിരുന്നു ആ വാക്ക്?
എൻ്റെ ഉമ്മോർണിന് ആരോട് കളവറിയല്ലേ മോനെ. ആ വാക്കിന് അത്രമേൽ ശക്തി ഉണ്ടായിരുന്നു. കാരണം ആ വാക്ക് സ്വാദിഖിൻ്റെ നാവിലൂടെ വന്നപ്പോൾ സിദ്ഖിൻ്റെ ഫലം കൂടി. കണ്ടോ, അതാണ് സംഭവം, അതാണ് സംഭവം. ആ ഉമ്മ എങ്ങനെയാ മോനെ വളർത്തിയത്? മോനെ കുൻ സ്വാദിഖൻ കമാ റബ്ബൈതുക. മോനെ ഉമ്മ വളർത്തിയത് സത്യസന്ധമായിട്ടാണ്. മോനെ എന്നിൽ നിന്ന് യാത്ര പോകുകയാണ്, ഇൽമിൻ്റെ മേഖലയിലേക്ക് യാത്ര തിരിക്കുകയാണ്, മോൻ സ്വാദിഖാവണേ മോനെ. എൻ്റെ ഉമ്മറിനെ ആരോട് കളവറിയല്ലേ മോനെ. ലോകം മുഴുവൻ നന്നായ വാക്കുകൾ. ജീലാനി തങ്ങൾക്ക് 2 മണിക്കൂറത്തെ വാതിൻ്റെ ആവശ്യം വന്നില്ല. കൊള്ളപ്പണി തലക്ക് കയറിയ മനുഷ്യരെ മുഴുവൻ നന്നാക്കാൻ എൻ്റെ ഉമ്മറിനെ ആരോടും കളവറിയല്ലേ മോനെ. യെസ്, ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ വ ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന. കണ്ടോ, അത് ഇന്നല്ല, എല്ലാ കാലത്തും കളവ് പറയല്ലെന്നുമ്മ ചൊന്നാരെ കള്ളന് കയ്യിലെ പൊന്നു കൊടുത്തോവർ എന്ന വരികൾക്ക് ജീവനുണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. എന്തേ? സത്യസന്ധമായ ജീവിതം. അതുതന്നെ കാരണം. സത്യസന്ധമായ ജീവിതം. കയ്യിൽ എന്തോ ഒന്ന് പിടിച്ച് ചുരുട്ടി പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മനോട്, ഒരു സ്ത്രീനോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനാ മോനെ വിളിക്കണത് ഈ സാധനം കൊടുക്കാൻ? ഇതെന്താ കയ്യിലുള്ളത്? ഈത്തപ്പഴം. ഉണ്ടോ? ഉണ്ട്. കൊടുക്കുവോ? വന്നാൽ കൊടുക്കും. അഥവാ ഇങ്ങനെ ക്ഷണിച്ച് വിളിച്ചു വരുത്തിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു കളവെഴുതുന്നു. ഒരു പാരൻ്റ് എത്രത്തോളം ശ്രദ്ധിക്കണം, സത്യസന്ധമായ പാരൻറ്റിങ് ആയിരിക്കണം. ഉപ്പ നാളെ ചോക്ലേറ്റ് വാങ്ങിത്തരാൻ ടൂറിന് കൂട്ടും, യുഎയിലേക്ക് അടുത്ത പ്രാവശ്യം മോളെന്തായാലും കൂട്ടും, അടിപൊളി ഫുഡ് വാങ്ങിത്തരും എന്ന വാഗ്ദാനങ്ങളിൽ എവിടെയെങ്കിലും കളവ് വരുന്നതിനെ ശ്രദ്ധിക്കണേ എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വീട് സിദ്ഖിൻ്റെ മേൽ എടുത്ത വീടാവണം. എടുത്തത് കല്ലോ മണ്ണോ ഇഷ്ടികോ കോൺക്രീറ്റോ എന്തേലും ആവട്ടെ, പക്ഷേ ജീലാനി തങ്ങൾ പറഞ്ഞ പോലെ ബുനിയ അംരി അല സിദ്ഖ്, സത്യസന്ധമായിരിക്കണം. വാട്സപ്പിലും ഫേസ്ബുക്കിലും വരുന്ന ഫേക്ക് ന്യൂസുകളും വീഡിയോസും ഷെയർ ചെയ്യാനുള്ളതല്ല നമ്മളെ ലൈഫ്. ചില ആൾക്കാർക്ക് എന്ത് മിണ്ടിയാലും ഖിയാമത്ത് അടയാളവും, എവിടെ യുദ്ധം നടന്നാലും ഖിയാമത്ത് ആ യുദ്ധവും തമ്മിലുള്ള ബന്ധം പറയലാ പണി. അത് ഷെയർ ചെയ്യലും കേട്ടിരിക്കലും അല്ല നമ്മളെ പണി. ഖിയാമത്ത് നാളിനൊക്കെ കുറേ മാനദണ്ഡങ്ങളുണ്ട്. അഖീദൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിക്കാതെ ഒരാശയും നമ്മൾ ഷെയർ ചെയ്യരുത്, വിശ്വസിക്കരുത് എന്ന ഇടയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഇന്ന കിദ്ബൻ അലയ്യ ലൈസ കിദ്ബിൻ അലാ അഹദിൻ. വേറെ ആരുടെയെങ്കിലും പേരിൽ കളവ് പറയുന്ന പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖഅദുഹു മിനന്നാർ, അയാൾക്ക് നരക സീറ്റ് ടിക്കറ്റ് കൺഫേമാ എന്ന് പറഞ്ഞാൽ നരക സീറ്റ് ഉറപ്പായിട്ടുണ്ട്, അതിന് ഒരുങ്ങിക്കോളി എന്നുള്ള മുന്നറിയിപ്പാണത്. നബിവചനം എന്ന് പറഞ്ഞിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യരുത് എന്ന ഇടയിൽ മോമിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുക. ഇന്നാലിന്ന സ്വലാത്തിന് ഇന്നാലിന്ന മഹത്വം, ഇന്നാലിന്നത് ചൊല്ലിയാൽ 80,000 സ്വലാത്തിൻ്റെ കൂലി, ഇന്നാലിന്ന് ചെയ്താൽ 48 നേട്ടങ്ങൾ. ബ്രാക്കറ്റിൽ നബിവചനം. അറിയോ നമ്മളെ നബി പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയോ? അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. ഉസ്താദേ അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യം അറിയാണ്ട് ഷെയർ ചെയ്യാൻ പറ്റുമോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമു. വിവരമില്ലാത്തൊരു വിഷയം ഷെയർ ചെയ്യരുത്. സാധാരണക്കാർ ദയവ് ചെയ്തിട്ട് ഓൺലൈൻ മുഫ്തിയാവരുത് എന്ന് ഇടയിൽ ഓർമ്മപ്പെടുത്തുന്നു. 2 ബുർദയും 3 മദ്ഹ് ഗാനും പാടുമ്പോഴേക്ക് മുഫ്തിയാവാനുള്ള തത്രപ്പാടൊന്നും നമ്മൾ ചെയ്യരുത്. അവരവരുടെ പണിയെടുത്താൽ മതി. ആലിമീങ്ങളെ പണിയെടുക്കും. സാധാരണക്കാർ അപ്പരിപാടിക്ക് നിൽക്കരുത്. സാധാരണക്കാർ, വിവരമില്ലാത്തവർ ലോകത്തെ ഏത് തമ്മാടിത്തം ചെയ്യുന്നതിനേക്കാളും അപകടമാണ് വിവരമില്ലാത്ത വിഷയം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് റൂഹുൽ ബയാനിൽ വായിക്കാൻ പറ്റും. അവർ ലോകത്ത് എത്ര വലിയ തെറ്റ് ചെയ്താലും ആ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് അവർ വിവരം ഇല്ലാതെ അടിച്ചങ്ങ് പറയുക. കാരണം 4 സദസ്സും മൂപ്പരുടെ സ്വന്തം ചാനലിന് അത്യാവശ്യം വ്യൂവേഴ്സും കിട്ടുന്നുണ്ട്. അപ്പം പിന്നെ ആയത്തുൽ കുർസീൻ്റെ മഹത്വം അങ്ങ് തട്ടിയാലോ എന്നാണ് മൂപ്പര് വിചാരിക്കണത്.
ആയത്തുൽ കുർസിയുടെ 36 നേട്ടങ്ങൾ 35 ഹദീസിൽ വന്നു എന്ന് വിചാരിച്ചോ, ഒന്ന് വന്നിട്ടില്ലെങ്കിൽ കുടുങ്ങിപ്പോകും. അതിനൊന്നും നമ്മൾ നിൽക്കരുത്. അവനവൻ്റെ പണി അവനവൻ ചെയ്യുക. ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യണം, ആ ബിസിനസ്സിലുള്ള ഇൽമൊക്കെ പഠിക്കണം. അതിനർത്ഥം ഒരാൾ ഒരു വയലിൻ്റെ സദസ്സ് കേട്ടിട്ട് ബിസിനസ് മൊത്തം നിർത്തി വെക്കാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ബിസിനസ് ഒക്കെ നിർത്തുമോ അവന് ആഖിറത്തിലാകെ ബാക്കി ഉണ്ടാവുക ഇൽമാണ്, അതുകൊണ്ട് കടയെല്ലാം പൂട്ടിക്കുമോ? നിങ്ങൾ ചരിത്രത്തിലൊന്ന് കാണിച്ചു തന്നിട്ടെ. ഒരാളെ ബിസിനസ് നിർത്തിപ്പിച്ചത് ഇപ്പോഴത്തെ കള്ളത്തൊരീക്കത്തുകാർ ചെയ്യണ പോലെ. ഇനി ചില ആൾക്ക് കുറച്ച് വിവരം കുറഞ്ഞു പോയാൽ സതേ ഞാനൊക്കെ ബിസിനസ് നിർത്തലായി, എന്തേ ഇനി കുറച്ച് ഖുർആനും ഹദീസൊക്കെ പഠിക്കണമെന്ന്. ആരാ പറഞ്ഞ അങ്ങനെ നിർത്തണമെന്ന്? അങ്ങനെ ഉണ്ടോ? ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അതിനിശ്ചിതമായി ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് തൻ്റെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന കിതാബിൽ. വെറുതെ വേണ്ടാത്ത പണിക്കൊന്നും നമ്മൾ നിൽക്കരുത്. പെട്ടെന്നൊരു മാറ്റം ചില ആളിൽ കാണുമ്പോൾ തന്നെ ഒരു സംശയിക്കണം. പെട്ടെന്നൊരു മാറ്റം അയാളിൽ, പെട്ടെന്നൊരു തഹജ്ജുദ്, പെട്ടെന്നൊരു ളുഹ, എന്തോ ഒരു ഡൗട്ട് ഉണ്ടാണ്. പുതിയൊരു മജ്ലിസിന് പോവുക, മീറ്റിങ്ങിന് പരിപാടിക്കൊന്നും പോവാതിരിക്കുക, 4 ആളെ ബുർദ, 2 ആളെ ജലാലിയ, 8 ആളെ കുത്തുബിയത്ത്, സോൺ മീറ്റിങ്ങിൻ്റെ ദിവസമേ ആ പരിപാടി വെക്കുകയും ചെയ്യുള്ളൂ. അതാ കോമഡി. അങ്ങനെയുണ്ട് ചില നാട്ടില്. ആത്മീയതയുടെ പേരിൽ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. നമ്മൾ ഒരിക്കലും കുടുങ്ങരുത്. നമുക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന കാര്യം എല്ലാം നല്ലതാവോ? ഇല്ല. അതിന് ശറഇന്റെ മാനദണ്ഡം നമ്മൾ എപ്പോഴും മുന്നിൽ വെക്കണം. അത് നിർബന്ധം. നല്ല തടിയും തൻ്റെടും ആരോഗ്യമുള്ള ഒരാൾ പള്ളിയിൽ നിന്ന് ഇബാദത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, മൂപ്പരെങ്ങാനും അള്ളാന്റെ മാർഗത്തിൽ തൻ്റെ ആരോഗ്യം ഉപയോഗിച്ചിരുന്നെങ്കിൽ, സമര പോരാട്ടത്തിലും മറ്റൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നുവെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, എന്തൊരു മഹത്ത് അയാൾക്ക് കിട്ടുമെന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ മൂപ്പര് ഇപ്പം അള്ളാന്റെ മാർഗത്തിലല്ലേ, കുടുംബത്തെ പോറ്റാൻ ടൗണിലേക്ക് കച്ചവടത്തിന് പോകുന്നതല്ലേ, അത് അള്ളാന്റെ മാർഗത്തിലുള്ള പരിപാടി തന്നെയല്ലേ. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ഈ ഇസ്ലാം അല്ലാത്ത ഒരു പുതിയ ഇസ്ലാമിനെയും നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരരുത്. ഒരു നാടകവും നമ്മൾ കളിക്കരുത്. നമ്മളുടെ ജീവിതം സത്യസന്ധമായിരിക്കണം. ബിസിനസ്, അതിലെ ന്യൂനതകൾ ഉപഭോക്താവിനോട് തുറന്നു പറയണം. കണ്ണിയത്ത് ഉസ്താദ് മരക്കച്ചവടം തുടങ്ങി. എൻ്റെ ഉസ്താദ് കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിൻ്റെ ഷെയ്ഖാണ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിനെ കണ്ണിയം മൗലാർ എന്നാണ് അധികവും ക്ലാസ്സിൽ കൻസുൽ ഉലമ ഉസ്താദ് വിശദീകരിക്കുക. ചിലപ്പോഴൊക്കെ ഷെയ്ഖുന എന്ന് പറഞ്ഞ് കരയും. ഉസ്താദും കണ്ണിയത്ത് ഉസ്താദും വലിയ ബന്ധമുള്ള ആൾക്കാരാണ്. ചിത്താരി ഉസ്താദിൻ്റെ കല്യാണത്തിന് 3 ദിവസമാണ് കണ്ണിയത്ത് ഉസ്താദ് ചിത്താരി ഉസ്താദിൻ്റെ വീട്ടിൽ താമസിച്ചത്. 3 ദിവസങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത്രയും വലിയ മഹാന് ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ വരാതെ വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരുടെയൊക്കെ ബർക്കത്തുണ്ട്. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. കണ്ണിയത്ത് ഉസ്താദ് മരക്കച്ചവടം തുടങ്ങി. വേഗം പൊട്ടിപ്പോയി. എന്താ കാരണം? കസ്റ്റമറോടൊക്കെ പറയും, ഇതിന് വെള്ളം കയറിന്, ഇതിന് ഓട്ടമുണ്ട്, എല്ലാം തുറന്നു പറയും. അവർ കച്ചവടം നടത്തുന്നത് സ്വർഗത്തിൽ വീടെടുക്കാനാ, ഇവിടുത്തെ വീടിനല്ല. നമ്മളുടെ കാഴ്ചയിൽ പൊട്ടിപ്പോയി എന്ന് പറയുമ്പോഴും അവർ ജയിച്ചവരായിരിക്കും. അവരുടെ റിസൾട്ട് വരുന്നത് പരലോകത്തായിരിക്കും. കളവ് പറഞ്ഞ് കച്ചവടം നടത്തിയാൽ ആ സമ്പാദ്യത്തിലൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ട് മക്കളെ പോറ്റിയാൽ മക്കൾ നന്നാവോ? ഇല്ല. ഗസാലി ഇമാം റഹിമഹുല്ലാഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കണം. അക്ലുൽ ഹലാൽ, ഹലാൽ തിന്നണം. ജോലിയിൽ നിന്ന് തനിക്ക് പറ്റിയ അബദ്ധം സഹപ്രവർത്തകന്റെ തലയിൽ കെട്ടിവെക്കുക സത്യസന്ധത ഉള്ളവർ ഒരിക്കലും ചെയ്യൂല. അത് അയാൾ ചെയ്തതാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. വീട്ടിൽ നിന്നും ഉണ്ടാവും. ചില വീട്ടിൽ മകന്റെ ഭാര്യ എപ്പോഴും ഒരു ബലിയാടായിരിക്കും. അടുക്കള എന്തെങ്കിലും വൃത്തികേടായാൽ ആ പെണ്ണിന്റെ തലയിൽ.
ഏതെങ്കിലും ഒരു കുട്ടി മൂത്രമൊഴിച്ച് വൃത്തികേടാക്കിയാൽ ആ പെണ്ണിന്റെ തലയിൽ. കണ്ടോ? സ്വന്തം മോള് രാജ്ഞിയും മകന്റെ ഭാര്യ ഒരു സെർവന്റുമായി കാണുന്നത് ശരിയല്ല. ഉമ്മമാരെ, സ്വലാത്ത് മാത്രം ജീവിതത്തിൽ പോരാ, നീതിയുള്ള ജീവിതവും ഉണ്ടാവണം, വേണം. മെഡിക്കൽ ലീവ് എടുത്തിട്ട് കമ്പനിയിൽ നിന്ന് നാട്ടിൽ വരുന്ന ഒരു പരിപാടി മെഡിക്കൽ ലീവിന്റെ പേരിൽ സത്യസന്ധമായി നമുക്ക് ചെയ്യാൻ പറ്റുമോ? ആരെ പറ്റിച്ചിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുക? എത്ര കാലം? ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്ന കാലത്തിന്റെ എത്രയോ കൂടുതൽ ഭൂമിയുടെ താഴെ ജീവിക്കേണ്ടവരല്ലേ നമ്മൾ? ആദം നബി അലൈഹി സ്വലാം ഭൂമിയുടെ മുകളിൽ എത്ര കാലം ജീവിച്ചു? കുറഞ്ഞ കാലം. ഭൂമിയുടെ താഴെ 7000+ കൊല്ലമായി ആദം നബി അലൈഹി സ്വലാം ഖബറിൽ. നമ്മൾ ഭൂമിയുടെ മുകളിലാണോ കൂടുതൽ കാലം ജീവിക്കേണ്ടത്, താഴെയാണോ? താഴെ. അക്കാലം സുഖിക്കണമെങ്കിൽ ഭൂമിയുടെ മുകളിലുള്ള കാലം അലൈക്കും ബിസ്സിദ്ഖ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, സത്യസന്ധരോടൊപ്പം കൂട്ടുകൂടി ജീവിക്കണം. കടം വാങ്ങിയവരോട് കറക്റ്റ് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നവരാവണം. സത്യസന്ധമായ ഒരു ജീവിതമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. സത്യസന്ധമായ ജീവിതം നമുക്കുണ്ടാവണം. യഥാർത്ഥത്തിൽ അബ്ദുല്ലാഹിൽ അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വിചാരിക്കുന്നതിനേക്കാൾ സൂപ്പർ ആയിരിക്കണം നമ്മുടെ ഒറിജിനൽ ലൈഫ്, എന്നാലേ മുത്തഖിയാവുള്ളൂ. എങ്ങനെ? നമ്മളെക്കുറിച്ച് നാട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും, നല്ല ഉപ്പല്ലേ, നല്ല ഉമ്മ, മക്കളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ. ആ മക്കൾ നമ്മളെക്കുറിച്ച് എന്താ വിചാരിക്കണത്? അതിനേക്കാൾ സൂപ്പർ ആയിരിക്കണം നമ്മളെ ജീവിതം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്, ആ മഹാന് രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളാണ്, ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. ഇത് കേട്ടപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞു, അല്ലാഹ്, ഞാൻ രാത്രി മുഴുവൻ ടൈം ഇബാദത്ത് ചെയ്യാറില്ലല്ലോ, നാട്ടുകാരിൽ അങ്ങനെ വിചാരിക്കണ്ടല്ലോ. ശരിക്കും നാട്ടുകാർ വിചാരിക്കണതിനേക്കാൾ സൂപ്പർ ആവണമെന്നല്ലേ? ഇതിപ്പോൾ അതന്നെ ആവണ്ടേ? പിന്നെ 40 ഇശാഇന്റെ വുളു കൊണ്ട് സുബഹിസ്കരിച്ച് രാത്രി ഉറങ്ങാറില്ല, നാട്ടുകാർ പറയുന്ന പോലെങ്കിലും ആവണ്ടേ എന്ന്. കണ്ടോ? നമ്മളെക്കുറിച്ചൊക്കെ പല ആളും വിചാരിക്കുന്നുണ്ടാവും, തഹജ്ജുദിന് എണീക്കുന്നുണ്ടാവും, ളുഹ നിസ്കരിക്കുന്നുണ്ടാവും, വിത്ർ നിസ്കരിക്കുന്നുണ്ടാവും എന്നൊക്കെ. പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാകുമ്പോൾ സാധാരണക്കാരായ കൂട്ടുകാരെ എന്തായാലും കരുതും, നമ്മളെക്കുറിച്ച് മുഅ്മിനീങ്ങളെ വിചാരിക്കുന്നതിനേക്കാൾ സൂപ്പർ ആവണമെന്ന ഹദ്ദാദ് ഇമാം റളിയല്ലാഹു അൻഹു തൻ്റെ അൽ ഫുസൂലുൽ അലമിയ എന്ന കിതാബിൽ എഴുതി വെക്കുന്നത്. അതാണ് സിദ്ഖുള്ള ജീവിതം എന്ന് പറയുന്നത്. ഉള്ളിലൊന്ന് പുറത്തൊന്ന് എന്ന് പറയണത് സ്വാദിഖീങ്ങൾക്കൊരിക്കലും പറ്റൂല. മുത്തഖിയുടെ ഒന്നാമത്തെ അടയാളം സിദ്ഖാണ്, സിദ്ഖുൽ ഹദീസ്. വർത്തമാനത്തിൽ സത്യസന്ധമായി മാത്രം പറയുക, ആരെയും സുഖിപ്പിക്കുക, മസാജിടൽ പരിപാടി, എണ്ണ തേക്കൽ, അതൊന്നും നമുക്കുണ്ടാവരുത്. നമ്മൾ സത്യം പറയുക, കാര്യങ്ങൾ സത്യസന്ധമായി പറയുക. ആരെയും സുഖിപ്പിക്കൽ പരിപാടിയൊന്നും നമുക്ക് വേണ്ട. അതിന് ബർക്കത്തുണ്ടാവില്ല. ദാരിദ്ര്യം ഉണ്ടാവുന്ന കാര്യങ്ങൾ കുറേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിലൊന്നാമത് മഹാന്മാർ പറയണത് കളവ് പറയല. കളവ് പറഞ്ഞ ആളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല. നമ്മൾ ജീവിതത്തിൽ തീരുമാനിക്കണം, നമ്മൾ കളവ് പറയൂലെന്ന് തീരുമാനിക്കണം. ചെറിയ പ്രായത്തിലെ കുട്ടികൾ കളവ് പറയാതിരിക്കാൻ പാരൻസ് ശ്രദ്ധിക്കണമെന്ന് പാരൻറ്റിങ്ങിൻ്റെ ഇസ്ലാമിക രീതി പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം, എല്ലാ കിതാബിലും കാണാം. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ കളവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിന് ഉമ്മമാർ കളവ് പറയരുത്. മദ്രസ 2 ദിവസം ലീവായി, അപ്പോൾ തിങ്കളാഴ്ച മദ്രസയിലേക്ക് പോകുമ്പോൾ കുട്ടി ചോദിച്ചു, ഉസ്താദിനോട് എന്താ പറയാന്ന്? പനിയായിരുന്നു എന്ന് പറഞ്ഞാളേ. മദ്രസയിലേക്ക് എന്തിനാ അയക്കുന്നത്? കളവ് പറയല്ല എന്ന് പഠിപ്പിക്കാൻ. ഇപ്പൊ ഈ കുട്ടി മദ്രസയിലേക്ക് എങ്ങനെയാ പോണത്? 2 കിലോ കളവ് കൊടുത്തിട്ടാ പോണത്. ആരാ കൊടുക്കണത്? ഉമ്മ.
ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? മദ്രസയിൽ പഠിക്കുന്ന കാര്യം വീട്ടിൽ കാണാനില്ല എന്നുള്ളതാണ് വീട്ടിലെ ഇപ്പോഴത്തെ കുട്ടികൾ നേരിടുന്ന കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ആൻഡ് മോറൽ കൺഫ്യൂഷൻ. കുട്ടി സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ പഠിച്ച കാര്യം വീട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കാര്യമായിട്ട് എന്തിനാ നമ്മൾ ഫീസ് അടക്കുന്നത്? കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കുകയാണ്, ഫാത്തിമ മോളെ വലുതായി കേട്ടോ, ശരീരമൊന്നും ആരെയും കാണിക്കാത്ത ജീവിതമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഫാത്തിമ ബീവി വഫാത്തിൻ്റെ തലേന്ന് തന്നെ കരഞ്ഞത് നാളെ എൻ്റെ ശരീരം പൊതന്നെ കഫംപൂട അന്യപുരുഷന്മാർ കാണുമെന്ന് പേടിച്ചിട്ടാ. അതാ രാത്രി കബറടക്കാൻ വസിയത്ത് ചെയ്തത്. രാത്രിയുടെ ഇരുട്ടിൽ കബറടക്കിയാൽ കഫംപൂട ആരും കാണൂലാലോ. അപ്പോൾ ഫാത്തിമ എന്ന പൊന്നുമോളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഇൻഷാ അല്ലാ എന്ന ചിന്തയായിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടർ വിൽപ്പന നടത്താൻ വന്ന ആളോടും മത്സര വിൽപ്പന നടത്തുന്ന ആളോടും സ്വന്തം ഉമ്മയും ഏട്ടത്തിയും എന്തെല്ലാന്ന് കുറയല്ല കണ്ടിട്ട് എന്ന് പറയുന്ന കമൻറ്റ് കേൾക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ കുട്ടീനെ എന്തിനാകുമ്പോൾ മദ്രസയിൽ കാര്യമായിട്ട് കേൾക്കണത്? എന്താ അതിൻ്റെ താല്പര്യം? കുട്ടി കേൾക്കുന്ന മദ്രസയിൽ നിന്ന് കറാഹത്താണ് മുടി അല്പം വെട്ടി ബാക്കി വെട്ടാതിരിക്കൽ, ഇങ്ങനെ കറാഹത്താണെന്ന് പഠിച്ച് ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ ചെറുപ്പക്കാരനായി ഉപ്പ അങ്ങനെയാണ്, ഏട്ടൻ അങ്ങനെയാണ്. ഈ കുട്ടീനെ എന്തിനാ അയക്കണത്? എന്താ അതിൻ്റെ താല്പര്യം എന്നാ? അപ്പോൾ നമ്മളിൽ നിന്നാണ് മക്കൾ ദീൻ പഠിക്കേണ്ടത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം പഠിച്ചത് ഉപ്പാനെ കണ്ടിട്ടാ. മോന് ചെറുതല്ലേ, മോനിപ്പോൾ ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോൾ ഉപ്പാനോട് അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു എന്ന കുട്ടി പറഞ്ഞാൽ എന്താ പറയാ? അള്ള ചോദിച്ചാൽ ഉപ്പ എന്നെ വിളിക്കാത്തോണ്ടാണ് എന്ന് പറയും, ഉപ്പ നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറയും. പറയട്ടെ, പറഞ്ഞല്ലോ മോനെ, നാളെ മുതൽ മോനെ വിളിക്കാം. ലോകം കണ്ട സൂഫി വര്യനായത് ഉപ്പാൻ്റെ അടുത്തൊന്നും കൂടിയാ. സഹ്ലു ബിൻ അബ്ദില്ലാഹി തുസ്സരി റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കാരം ആരംഭിച്ചത് എങ്ങനെ? ഇഹ്യാ ഉലൂമുദ്ദീനിൽ കാണാം. ഉമ്മാൻ്റെ സഹോദരൻ അമ്മാവനെ കണ്ടിട്ടാ. നമ്മളെ നാട്ടിൽ അമ്മാവൻ്റെ അടുത്ത് നിന്ന് മരുമക്കൾ എന്താ പഠിക്കുക? കല്യാണം നേരിട്ട് വിളിക്കാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. മാമൂൽ ഓഫ് ഇന്ത്യ. എങ്ങനെ നമ്മളെ മക്കൾ ശരിയാവുക? നമ്മളിലൂടെയല്ലേ കുട്ടികൾക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ തെളിഞ്ഞ് വരേണ്ടത്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരന്റിങ്ങിന്റെ രീതി. ഞാൻ എങ്ങനെയാണോ വുളു എടുക്കുന്നത്, ഖുത്ബ ഓതുന്നത്, നിസ്കരിക്കുന്നത്, അതുപോലെ നിങ്ങൾക്ക് നിർവഹിക്കാം. എത്ര തെളിഞ്ഞ പിക്ചറാ, എത്ര മാന്യമായ വീടാണ് ആ വീട്, എത്ര മാന്യമായ ദർസാണ് ആ ദർസ്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. അതാണ് പാരന്റിങ്ങിൽ ഉണ്ടാവേണ്ടത്, അതാ വേണ്ടത്. അപ്പം നമ്മളെ മക്കളെങ്ങാനും നമ്മുടെ ഉള്ളറിഞ്ഞിരുന്നുവെങ്കിൽ അവർ ഉപ്പാന്ന് നമ്മളെ വിളിക്കുവോ, ഉമ്മാന്ന് വിളിക്കുവോ? അപ്പോൾ നമ്മൾ സ്വാദിഖീങ്ങളാണോ? ജീലാനി തങ്ങളുടെ ഉമ്മ കുൻ സ്വാദിഖൻ കമാ റബ്ബൈതുക, മോനെ ഞാൻ മോനെ എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചു തന്നത് അതുപോലെ മോൻ സ്വാദിഖാവണം. അങ്ങനെ സ്വാദിഖായപ്പോഴാണ് ലോകം മുഴുവൻ നന്നാവുന്ന വാക്കുകൾക്ക് ജീലാനി തങ്ങൾക്ക് തൗഫീഖ് കിട്ടിയത്. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാ. അല്ലാമ ബാഖറമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഈ യാസീൻ സൂറത്ത് കാണാതെ ചെറുപ്പത്തിൽ തന്നെ ഓതാൻ പഠിച്ചത് ഉമ്മാൻ്റെ അടുത്തുനിന്നാ. അങ്ങനെയാ. അതിന് നമ്മുടെ വീടകം അങ്ങനെയാക്കി മാറ്റണം. എന്തുകൊണ്ടാ ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് ചില ആൾക്കാർക്ക് ഷിർക്കായി വരുന്നത്? ദോഹ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ജിബ്രീലുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടാണോ? ആണോ? 4 കരാറിൽ ഒപ്പിട്ട് ബദർ മൗലിദ്, മങ്കൂസ്, കുത്തുബിയത്ത്, ബുർദ ഷിർക്കാകുന്നു. മധ്യസ്ഥത പാകിസ്ഥാൻ. സമാധാനായോ? അതാണോ? അല്ല. ഈ വീട്ടിലൊരു മൗലിദിന്റെ ഈരടി അവർ കേട്ടിട്ടില്ല.